ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബാത്റൂം ചെയ്തതിന് ശേഷം ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ടൈലിൻ്റെ ലെവലിലേക്ക് കൊടുക്കാൻ എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയ, അതിനുശേഷം തൊട്ടപ്പുറത്ത് ക്ലോസറ്റിൻ്റെ ഏരിയ, തൊട്ടപ്പുറത്ത് കുളിക്കുന്ന ഏരിയ, ഇങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വരുന്നത് 60 സെൻറ്റിമീറ്റർ നമ്മൾ വാഷ് ബേസൻ, 90 സെൻറ്റിമീറ്റർ നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ, ബാക്കി 90 സെൻറ്റിമീറ്റർ നമ്മുടെ കുളിക്കുന്ന ഏരിയ. അപ്പോൾ ടോട്ടൽ വരുന്ന സമയത്ത് 240 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 240 സെൻറ്റിമീറ്ററാണ് നീളം വരുന്നത്, 120 സെൻറ്റിമീറ്റർ വീതി വരുന്നുണ്ട്. ഇതാണ് നോർമൽ ലെവലിൽ ഒരു ബാത്റൂം നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇത് കുറച്ച് നമുക്ക് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണമെന്ന് മാത്രം. ഇത് നമ്മൾ ട്രാപ്പ് കൊടുത്തിരിക്കുന്നതാണ്. അത് കുളിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ട്രാപ്പ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ അത് വേണം നമ്മൾ ഏറ്റവും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഥലത്തേക്ക് കുളിക്കുന്ന സമയത്ത് വരാതിരിക്കുന്നതിന് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ആയിട്ട് തിരിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലോസറ്റ് നമ്മൾ ആദ്യമേ തന്നെ ക്ലോസറ്റ് നമ്മൾ ഏതാണെന്ന് തീരുമാനിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 230 സെൻറ്റിമീറ്റർ 230 mm കണക്കാണ് വന്നിരിക്കുന്നത്. അതായത് 23 സെൻറ്റിമീറ്ററാണ് വാളിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന 4 ഇഞ്ച് പൈപ്പിൻ്റെ സെൻറ്റർ കൊടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് പൈപ്പിൻ്റെ ക്ലോസറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്ന 4 ഇഞ്ച് പൈപ്പിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ 230 mm ആണ് വരുന്നത്. അതായത് 23 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ആ 23 സെൻറ്റിമീറ്റർ ടൈൽ ഒട്ടിക്കുന്ന കനം കൂടി 2 സെൻറ്റിമീറ്റർ കൂട്ടി 25 സെൻറ്റിമീറ്ററാണ് നമ്മൾ അകലം കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫ്ലോറിൻ്റെ ലെവലാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും 2 ഇഞ്ച് താത്തി വേണം കോൺക്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ. അതായത് നമ്മൾ റൂമിൽ നിന്നും ടൈൽ ഇട്ടിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ ടൈൽ ഇടാത്ത ആ ലെവലിൽ നിന്നും 2 ഇഞ്ച് താത്തി വേണം കോൺക്രീറ്റ് ചെയ്യാൻ. ഒരിക്കലും സെയിം ലെവലിൽ ഇടരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂം എപ്പോഴും 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചെങ്കിലും താഴ്ന്ന് കിടക്കണം. കാരണം വെള്ളം കാര്യങ്ങൾ റൂമിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൂം ടൈലിടുന്ന സമയത്ത് റൂമിൻ്റെ 2 ഇഞ്ച് പൊങ്ങി വരുന്നുണ്ട്. ആ 2 ഇഞ്ച് പൊങ്ങി വരുന്നത് നമ്മളിപ്പോൾ ഇവിടെ ടൈൽ ഒട്ടിക്കുമ്പോൾ ബാത്റൂം ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ കിടക്കുന്ന അതേ ലെവലിൽ തന്നെ വരും. കാരണം ബാത്റൂമും 2 ഇഞ്ച് പൊങ്ങും, നമ്മുടെ റൂമും 2 ഇഞ്ച് പോകും. അപ്പോൾ ഈ കിടക്കുന്ന സെയിം സ്ലോപ്പിൽ തന്നെ 2 ഇഞ്ച് സ്ലോപ്പിൽ തന്നെ നമുക്ക് ബാത്റൂം കിട്ടും. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കോൺക്രീറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂം പൊങ്ങിപ്പോവും, വെള്ളം നമ്മുടെ റൂമിലേക്ക് കയറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലെവലിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ ആംഗിൾ കോക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇളകുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ പിരിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇളകുന്നത് കാണാൻ സാധിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ ത്രെഡ് എൽബോ ഉണ്ടോ, ഈ ത്രെഡ് എൽബോ കറക്റ്റായിട്ട് നമ്മൾ ശരിക്കും ടൈറ്റ് ചെയ്ത് പരിക്കലിൽ ഉറപ്പിച്ചിരിക്കണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിത് ഉറപ്പിക്കാതിരുന്നെങ്കിൽ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ആ ടൈൽ ഒട്ടിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ അത് ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതാ ജസ്റ്റ് കാണാൻ പറ്റാത്തതുകൊണ്ട് ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ആംഗിൾ കോക്ക് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇളകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മുടെ ഹെൽത്ത് ഹോസിറ്റ് അതുപോലെ ട്രാപ്പുകൾ ഇതെല്ലാം ഇളകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ ഈ ലെവലിൽ ചെയ്തിട്ട് വേണം ബാത്റൂം ടൈൽ ഒട്ടിക്കാനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 2 ഇഞ്ച് എപ്പോഴും ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് 2 ഇഞ്ച് താഴ്ത്തി നമ്മൾ ബാത്റൂമിൻ്റെ കോൺക്രീറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ടൈൽ വരുന്ന സമയത്ത് കറക്റ്റ് ആവും. പിന്നെ ഹോളുകളെല്ലാം തന്നെ പരിക്കൻ വെച്ച് ടൈറ്റ് ചെയ്യണം. ബാത്റൂമിൻ്റെ പ്ലംബിങ്ങിന് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബാത്റൂം എപ്പോഴും ലൈഫ് ലോങ് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാതെ നമുക്ക് നോക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാപ്പ് വയ്ക്കുന്നത് എപ്പോഴും കുളിക്കുന്ന സ്ഥലത്തായിരിക്കണം, കുളിക്കുന്നതിൻ്റെ ഏരിയയിലായിരിക്കണം ട്രാപ്പ് വെക്കേണ്ടത്. അതായത് കുളിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകാനായിട്ട്. അല്ലാതെ നമ്മൾ വേറൊരു ഏരിയയിൽ കൊണ്ടുവച്ചാൽ അവിടേക്ക് വെള്ളം ഒഴുകി വരികയും നമ്മൾ തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു ബാത്റൂം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, എന്നാലും നമ്മളിതുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.